നമ്മൾ ഇതേപോലെ ഈ ഡിസൈൻ എങ്ങനെയാണ് ട്രേസ് ചെയ്യുന്നതെന്ന് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തുന്നിയെടുക്കാമെന്ന് നോക്കാം. നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് വെച്ചിട്ടാട്ടോ ഈ വർക്ക് ചെയ്യുന്നത്. നമ്മൾ ഇതേപോലെ സൂചിയിൽ നൂല് കോർത്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരറ്റത്ത് ഇതേപോലെ കുഞ്ഞ് കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് തുന്നിയെടുക്കാം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് 6 ഇഴ നൂലാണ്. കുറച്ചൊരു കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് 6 ഇഴ വെച്ച് മോട്ടിഫ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ 3 ഇഴ നൂല് കൊണ്ടാണ് റണ്ണിങ് സ്റ്റിച്ച് ചെയ്യാറുള്ളത്. മോട്ടിഫോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ 3 ഇഴ കൊണ്ടോ 6 ഇഴ കൊണ്ടോ ചെയ്യാം. 3 ഇഴ കൊണ്ട് ചെയ്യുമ്പോൾ കുറച്ചൊരു ലൈറ്റായിട്ടുള്ള അധികം എടുത്ത് കാണിക്കാത്ത രീതിയിലുള്ള മോട്ടിഫായിട്ട് ആയിരിക്കും കേട്ടോ ലഭിക്കുക. ഫസ്റ്റ് നമുക്ക് എവിടെ നിന്നാണോ സ്റ്റിച്ച് തുടങ്ങേണ്ടത് അവിടെ നിന്ന് ഇതേപോലെ മുകളിലേക്ക് കുത്തിയെടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ട ഒരു അകലം ഇതേപോലെ താഴേക്ക് കുത്തിയിട്ട് ഈ ഫസ്റ്റ് കുത്തുന്ന അകലം നോക്കുക. ഇതേ അകലം തന്നെ നമ്മൾ വിട്ടിട്ട് സൂചി മുകളിലേക്ക് എടുക്കുക. ഇതേ ഒരു അകലത്തിൽ തന്നെ വീണ്ടും താഴേക്ക് എടുക്കുക. ഒന്നെങ്കിൽ ഇതേപോലെ താഴോട്ടേക്ക് സൂചി കുത്തിയിട്ട് നിങ്ങൾക്ക് വലിച്ചു കൊടുക്കുക. ഇതേപോലെ താഴേക്ക് എടുക്കുക, എന്നിട്ട് മുകളിലേക്ക് എടുക്കുക, വീണ്ടും താഴേക്ക് എടുക്കുക, വീണ്ടും മുകളിലേക്ക് എടുക്കുക, എന്നിട്ട് വലിക്കുക. ഇത് കണ്ടോ? ഇപ്പോൾ ഇതേപോലെ നമ്മൾ ഷേപ്പ് കറക്റ്റായിട്ടല്ലേ തുന്നിയിട്ടുള്ളത്. ഇതേപോലെ ഷേപ്പ് കറക്റ്റായിട്ട് തുന്നാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് എന്ത് ചെയ്യുക, ഇതേപോലെ മോട്ടിഫ് ചെയ്യുന്നതിന് മുന്നേ റൗണ്ട്, അതേപോലെ ചതുരത്തിലുള്ള ഷേപ്പ്, അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഷേപ്പുകൾ വരച്ചിട്ട് അതിൽ തുന്നിയിട്ട് പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ട് അത് കറക്റ്റ് ആയതിന് ശേഷം ഇതേപോലത്തെ മോട്ടീഫ് ചെയ്യുക. സൂചി നമ്മുടെ കൈക്കൊന്ന് വഴങ്ങാനുണ്ട്, അങ്ങനെയാണെങ്കിൽ മാത്രമാണ് കറക്റ്റ് ഷേപ്പിൽ നമുക്ക് എല്ലാ സ്റ്റിച്ചും ചെയ്തെടുക്കാൻ പറ്റുക. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ സാധാ എന്തെങ്കിലുമൊക്കെ ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വരച്ചിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് മോട്ടീഫ് ചെയ്താൽ മോട്ടീഫ് നമുക്ക് കൂടുതൽ ഭംഗിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇനി ഈ ഷേപ്പ് ഫുള്ള് ഇത് വെച്ചിട്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് കണ്ടോ? ഇതേപോലെ ഞാൻ ഒരാപ്പിൾ തുന്നി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പുറത്തുള്ള 2 ആപ്പിൾ തുന്നണം. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നൂല് നേരെ കൊണ്ടുവന്നിട്ട് അടുത്ത ആപ്പിളുള്ള ഭാഗത്തേക്ക് ഇങ്ങനെ കുത്തിയെടുക്കരുത്, ഇങ്ങനെ കുത്തരുത്. നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ കെട്ടിട്ട് കൊടുത്തിട്ട് ഇവിടെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് വീണ്ടും നൂലിൻ്റെ അറ്റത്ത് കെട്ടിയിട്ടിട്ട് നമ്മൾ അടുത്ത ആപ്പിളിൻ്റെ അടുത്ത് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. കണ്ടോ? ഇതേപോലെ ഞാൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാണ്. ഇതിൻ്റെ ബാക്ക് പോർഷൻ നിങ്ങൾ കണ്ടോ? ഇതേപോലെയാണ് ഉണ്ടാവുക. അതേ സ്ഥാനത്ത് നമ്മളിത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വലിക്കുകയാണെങ്കിൽ എന്തുണ്ടാവും, ആ നൂല് ഇവിടെ ലൂസായിട്ട് കിടക്കും. അതിന് കെട്ടൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ആ സ്റ്റിച്ച് എന്ത് ചെയ്യും, ഇവിടെ നിന്ന് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ലൂസായിട്ട് വരും. നമ്മളെ സ്റ്റിച്ചിൻ്റെ ആ ഒരു ഭംഗി തന്നെ അതിൽ നഷ്ടപ്പെടും. അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കുറേ സ്ഥലത്തേക്ക് ഇങ്ങനെയുള്ള ഗ്യാപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ നൂല് വലിച്ചെടുക്കാതെ കെട്ടിട്ട് തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ബാക്ക് പോർഷന് കാണാൻ നല്ല വൃത്തിയും ഉണ്ടാവും, നമ്മളെ സ്റ്റിച്ച് ലൂസായി പോകുമെന്നുള്ള ടെൻഷനും വേണ്ട. പിന്നെ ഇതേപോലെ നമ്മൾ ഷേപ്പായിട്ട് തുന്നില്ലേ, ഈ ഷേപ്പ് വരുന്ന ഭാഗങ്ങളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ താഴെ മുകളിൽ അങ്ങനെ തുന്നി പോവാതെ ഓരോന്നോരോന്നായിട്ട് തുന്നുക. കാരണം നേരെയുള്ള സ്റ്റിച്ചാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ തുന്നി പോവാം. പക്ഷേ ഇതിപ്പോൾ ഈ ഷേപ്പിൽ വരുമ്പോൾ നമ്മൾ ഇങ്ങനെ സൂചി ഇങ്ങനെ വളച്ചെടുക്കുന്ന സമയത്ത് ഫസ്റ്റിലൊന്നും ചെയ്യുമ്പോൾ ആ ഷേപ്പ് കറക്റ്റായി വരില്ല. നല്ല പ്രാക്ടീസൊക്കെ ആയതിനു ശേഷമാണെങ്കിൽ ഇതേപോലെ ചെയ്യുക. അത്രയൊക്കെ ഉള്ളൂ ഇതിൽ ശ്രദ്ധിക്കാൻ. ഇനി ഇത് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ? ഇതേപോലെ ആപ്പിളൊക്കെ തുന്നിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ലീഫ് തുന്നിയെടുക്കാം കേട്ടോ. ഞാൻ വേറെ കളർ ത്രെഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. നിങ്ങളിഷ്ടം ഉള്ള കളറ് എടുത്തിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇത് കണ്ടോ? ഇതേപോലെ നമ്മളിത് കംപ്ലീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് വരിക. നിങ്ങൾക്ക് നല്ലോണം കാണാൻ പറ്റുന്നില്ലേ? ഒരു സ്റ്റിച്ച് നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന സ്റ്റിച്ചാട്ടോ. ഇതിന് ഒരുപാട് വേരിയേഷൻസ് ഒക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഓരോന്നോരോന്നായിട്ട് ചെയ്ത് നോക്കാം കേട്ടോ.